കഴിഞ്ഞ ആഴ്ച പൗലോസ് ഞാൻ എറണാകുളത്ത് ഒന്ന് പോകാനിടയായി. അതിനോടൊപ്പം തന്നെ ഞാൻ എറണാകുളം കത്തീഡ്രൽ ബസിലിക്ക ദേവാലയം സന്ദർശിക്കുകയുണ്ടായി. എൻ്റെ കൂടെ അക്രൈസ്തവരായിട്ടുള്ള 2 പേരും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉൾപ്പെടെയുള്ള. ഞാനൊരു കഴിഞ്ഞ വർഷമൊക്കെ അവിടെ ചെല്ലുമ്പോൾ മൊത്തം പ്ലാക്കാർഡ് പൂട്ടിയിട്ടിരിക്കുന്ന തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറി എങ്ങനെയാണോ അതാണ് ബസിലിക്ക ദേവാലയം. നമുക്ക് ഒത്തിരി സങ്കടം തോന്നി. പക്ഷേ ഇപ്രാവശ്യം അവിടെ ചെന്നപ്പോൾ ദൈവമഹത്വം പ്രഘോഷിക്കുന്ന ആരാധനയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് എന്തോ ഒരു സന്തോഷമായെന്നറിയാവോ. സൗഭാഗ്യങ്ങളെ ഓർത്തുകൊണ്ടാണ് ഞാൻ ദൈവത്തെ സ്തുതിച്ചത്. അതായത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ നോക്കുമ്പോൾ ഇതിനു വേണ്ടി ഈ സമാധാനത്തിനും മുൻകൈ എടുത്ത് വിട്ടുവീഴ്ചകൾ ചെയ്ത നമ്മുടെ പുരോഹിതരും അൽമായരും സർവോപരി സിനഡും അതിന് ശരിക്കും അർഹരാണ്. ഞാൻ എപ്പോഴാണ് അവർ ദൈവപുത്രന്മാരല്ലോ നമ്മുടെ സഭാപിതാക്കന്മാർ എന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ് അതിലൂടെ എനിക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും എന്തിൻ്റെ പേരിലായാലും കലഹവും പ്രശ്നവും ഉണ്ടായിരുന്ന സഭയിൽ സമാധാനം ഉണ്ടാക്കി എന്നുള്ള ഇരുനിലവാളിൻ്റെ മൂർച്ചയുള്ള ആ സമാധാനം സഭ മുഴുവനും കത്തോലിക്ക സഭയും സീറോ മലബാർ സഭയിൽ പ്രത്യേകിച്ചും അത് കിട്ടിയിരിക്കുകയാണ്. മറ്റ് അക്രൈസ്തവർ പോലും നമ്മളെ കണ്ടു പുച്ഛിക്കുകയും ഒരു ദേവാലയം പൂട്ടിച്ച് അതിൻ്റെ മുകളിൽ പ്ലാക്കാർഡുകളും മറ്റും ഒക്കെ ഉപയോഗിച്ച് അതിനെ ഈശോ പറഞ്ഞില്ലേ, എൻ്റെ ആലയം പരിശുദ്ധമാണ്, ദൈവത്തിൻ്റെ ആലയമാണ്, അതിനെ ഞാൻ അങ്ങനെ ഒരു ശുദ്ധീകരണ കർമ്മമാണ് വിമതരും ഔദ്യോഗിക പക്ഷരും ഒന്നിച്ച് ചേർത്ത് എടുത്ത ആ തീരുമാനത്തിലൂടെ ആയിരിക്കുന്നത്. അതിന് ഞാൻ സിനഡിനെ എല്ലാ മെത്രാന്മാരെയും പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുത്ത തട്ടിൽ പിതാവിനെയും പാമ്പ്ലാനി പിതാവിനെയും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇതിനുശേഷം ഞാനൊരു ആഫ്റ്റർ ഇഫക്റ്റ് കണ്ടത്, ഇപ്പോഴും അങ്ങും ഇങ്ങും ഒക്കെ ചില ഒരു അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോൾ അയ്യോ അദ്ദേഹം തീ തുപ്പുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം ഔദ്യോഗിക പക്ഷത്തിൻ്റെ ആളെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എൻ്റെ പിതാക്കന്മാരോട് ഞാൻ കൈകൂപ്പി യാചിക്കുവാണ്, ഇങ്ങനത്തുള്ള ചെന്നായ്ക്കളെ അവർക്ക് വിലക്ക് കൊടുക്കണം. അവർക്ക് വിലക്ക് ഈ സംസാരത്തിൽ നിന്ന് സഭയിൽ നിന്ന് വിലക്ക് കൊടുക്കുമെന്നുള്ളതല്ല, സംസാരത്തിൽ നിന്ന് വിലക്ക് കൊടുക്കണം. ഇവരൊക്കെ പറയുന്ന ആ പറച്ചിലും ഇതുമല്ല വാട്ട് എവർ ഇറ്റ് മേ ബി, ഇതൊരു വലിയ ഒരു സമാധാനം, അതൊരു നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങൾ ആവാഹിച്ചെടുത്തുപോലുള്ള ഒരു സന്തോഷവും സമാധാനവുമാണ് ഞാൻ ആ ബസിലിക്ക സന്ദർശിക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു വികാരം. അത് എനിക്ക് വന്ന് മാത്രമല്ല, സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്ന എല്ലാ ക്രൈസ്തവർക്കും ഇതൊരു വലിയ പ്രയോജനമാണ്. എന്നെ പ്രതി പീഡനം സഹിക്കുവാണെങ്കിൽ അവർ ഭാഗ്യവാന്മാരാവുന്നു, സ്വർഗരാജ്യം അവരുടേതാണ് എന്നുള്ള ഒരു സുവിശേഷ ഭാഗ്യം കൂടെ ഉണ്ട്. നമ്മുടെ കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ, അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ഇൻക്ലൂസീവ്നെസ് ആയിരുന്നു. ഇൻക്ലൂസീവ് അദ്ദേഹമാണ് സിനഡാലിറ്റി എന്നുള്ള വലിയൊരു സഭയുടെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുത്തത്. അതിൽ അൽമായരുണ്ട്, സന്യാസികളുണ്ട്, സന്യസ്തരുണ്ട്, പ്രീസ്റ്റുണ്ട്, ബിഷപ്സ് ഉണ്ട്. മറ്റേത് ഒരു ഫ്യൂഡൽ രീതിയിലുള്ള ബിഷപ്സിൻ്റെ മാത്രം ഒരു സമിതിയിൽ നിന്ന് വിട്ടിട്ട് സിനഡാലിറ്റി കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ആ സിനഡാലിറ്റി ശരിക്കും സീറോ മലബാർ സഭ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് സമാധാനം ഉണ്ടാക്കിയതിലൂടെ നമ്മളെ ലോകത്തിന് വിളിച്ചു വാങ്ങി കൊടുക്കുന്നത്. മറ്റത് അക്രൈസ്ത സഭ, മറ്റു അക്രൈസ്ത സഭകളെ ഇങ്ങനെ തമ്മിൽ തല്ലുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഇത് അക്രൈസ്ത സഭകളിലല്ല, ഈവൻ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾ പോലും നമ്മളെ കളിയാക്കി ചിരിക്കുമായിരുന്നു. നമ്മുടെ സെറ്റപ്പും നമ്മുടെ സ്പിരിച്വാലിറ്റിയൊക്കെ അതായിരുന്നു. എല്ലാവരും ജയിച്ചു. അൽമായർ ജയിച്ചു, വിമതരെന്ന് പറയപ്പെടുന്ന ആൾക്കാർ ജയിച്ചു, ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്ന ആൾക്കാർ ജയിച്ചു. ഇനി ഈ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വെക്കുന്നവരെ യാതൊരു കാരണവശാലും കത്തോലിക്ക സഭ അവരെ പ്രോത്സാഹിപ്പിക്കരുത്. അതിനൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. അതിനൊന്നും ഇവർ സഭയുടെ വക്താവല്ല. നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സഭയുടെ വക്താവല്ല എന്ന് പറയാനുള്ള ആർജവത്വം ബിഷപ്പുമാർ കാണിക്കണം.
നമ്മുടെ ആദ്യം എക്യുമെനിസത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മളെ സഭയിൽ ആദ്യം തുടങ്ങി, എന്നിട്ട് വേണം എക്യുമെനിസത്തെ പറ്റി പറയാൻ. നമ്മളിവിടെ അന്ത്യചിത്രമുള്ളവർ മറ്റുള്ളവരെ സംയോജിപ്പിക്കാൻ നോക്കിയാൽ അതിനെന്താ ഗുണം? തീർച്ചയായിട്ടും ഇത് സഭാപിതാക്കന്മാർ എല്ലാവരും അഭിനന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി തട്ടിൽ പിതാവിനെ, പാമ്പ്ലാനി പിതാവിനെ, ഇപ്പോൾ ശാന്തമായിട്ട് പോകുന്ന ഈ സഭാ സമൂഹത്തെ നല്ല ഇടയന്മാരായിട്ട് നമ്മളിത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വെറും ആടുകളില്ലാത്ത ഇടയന്മാരായിട്ട് തീരുമായിരുന്നു. ഇപ്പോഴാണ് നിങ്ങൾ ഗുഡ് ഷെപ്പേർഡായത്. ശരിക്കും ആടിനു വേണ്ടി ജീവത്യാഗം ചെയ്യാൻ തയ്യാറായ നിങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കാനും, എനിക്ക് ആ ബസിലിക്കയിൽ, എറണാകുളം ബസിലിക്കയിൽ ഉണ്ടായപ്പോൾ എനിക്കും എന്നെപ്പോലുള്ള സഭാവിശ്വാസികൾക്കുണ്ടായ ആനന്ദം നിങ്ങളെ അറിയിക്കുവാനും ഈ അവസരം വിനിയോഗിക്കുവാണ്. നന്ദി, നമസ്കാരം.